നമ്മുടെ നാട്ടിൽ ഈ ചുമരെഴുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചുമരിൻ്റെ മുകളിൽ വെള്ള കുമ്മായം കൊണ്ട് അടിച്ചിട്ട് ആ വെള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പക്ഷെ ചെന്നൈയിൽ വന്നിട്ടുണ്ടെങ്കിലോ സംഗതി മൊത്തം കളറാണ്. ഇവർ ഈ അക്ഷരങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന അതേപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റാണ്. ഒരു കളറിൽ നിന്ന് വേറൊരു കളറിലേക്ക് വളരെ സ്മൂത്തായിട്ടാണ് മാറുക. ബ്രഷ് വെച്ചിട്ട് ഇത്രയും സ്മൂത്തായിട്ട് എങ്ങനെയാണ് ഈ ട്രാൻസിഷൻ അവരുണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഇത് മാത്രമല്ല, ഈ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൽ ചില പാറ്റേണുകളൊക്കെ ആഡ് ചെയ്യും. കൂടുതലും ബ്രഷ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്ട്രോക്കുകളും. പക്ഷെ ചിലപ്പോഴൊക്കെ ഒരു പടി കൂടി കടന്നിട്ട് ഇവർ കുറച്ചും കൂടി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്കുകളൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു വട്ടം ബസ്സിൽ പോകുമ്പോഴാണ് ഒരു മതിലിൻ്റെ മുകളിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺ കണ്ടിട്ട് ഞാൻ ആ അന്തം വിട്ടുപോയത്. തമിഴ് അക്ഷരങ്ങൾ വെച്ചിട്ടാണ് അവർ ആ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. എന്തോരം എഫർട്ട് എടുക്കണ്ടെന്ന് നോക്കി ഇവർ.